ജനവിധി 7 മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നല്ല പോളിംഗ്, മികച്ച പോളിംഗിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത് കോഴിക്കോട് 44.57%, ഒപ്പം വടകരയിൽ 44.25% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുന്നണികളുടെ ഒരു വിജയ സാധ്യതയുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസം ഏത് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്? കനത്ത ചൂടിനെ അടക്കം മറികടന്നുകൊണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് മലബാറിൽ എങ്ങും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ 44% പോളിംഗ് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരം നൽകുമ്പോൾ വടകരയിൽ ഏകദേശം 43% എത്തുന്നു. അപ്പോൾ ഉച്ച സമയം ഏകദേശം ഇപ്പോൾ 2:30 കൂടി തന്നെ ഇത്ര 44% വോട്ടുകൾ എത്തുകയാണെങ്കിൽ 6 മണി വരെയാണെങ്കിൽ തീർച്ചയായും ഒരു റെക്കോർഡ് പോളിംഗിലേക്ക് കോഴിക്കോട് ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലം കടക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ രാവിലെ കനത്ത തിരക്ക് തന്നെയായിരുന്നു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആളുകൾ നേരത്തെ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി അതിനുശേഷവും ഈ ചൂടിനെ മറികടന്നുകൊണ്ട് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ ഇപ്പോഴും തിരക്കുകൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നഗരപ്രദേശങ്ങളിലാണ് തിരക്ക് അല്പം ഒരു കുറവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ തിരക്ക്, അതായത് ഈ നഗരപ്രദേശങ്ങളിലെ തിരക്ക് വൈകുന്നേരത്തോടു കൂടി വർദ്ധിക്കുമെന്ന് തന്നെയാണ് മുന്നണികളുടെ എല്ലാം ഒരു ആത്മവിശ്വാസം. 3 മുന്നണികളിലും തങ്ങളുടെ വോട്ടർമാരെ കൃത്യമായി തന്നെ ബൂത്തിലെത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ തന്നെയാണ് ഇടവേളകളില്ലാതെ. ഈ പോളിംഗ് ശതമാനം കൂടുന്നത് 3 മുന്നണികളും അവർക്ക് സ്വന്തമായി, അതായത് അവരവരുടെ മുന്നണികൾക്ക് അനുകൂലമാവുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ ഈ MT രമേശ്, NDAയുടെ കോഴിക്കോട് മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശ്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് തീർച്ചയായും BJPക്ക് അനുകൂലമാവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജില്ലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ താമര വിരിയും എന്ന് തന്നെയാണ് MT രമേശ് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അറിയിച്ചത്. അത് മാത്രമല്ല, ഈ ഇടത് വലത് മുന്നണികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും ധാരാളം പ്രവർത്തകരും നേതാക്കന്മാരടക്കമുള്ള ആളുകൾ NDAക്ക് എത്തുമെന്നും MT രമേശ് പറഞ്ഞു. പല നേതാക്കന്മാരായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ച ചെയ്ത ആളുകളുടെ പേരുകൾ പുറത്തുവിടുന്നത് ശരിയല്ല. ആളുകളുടെ ജാതകം നോക്കിയല്ല BJPയിലേക്ക് ആളെ എടുക്കുന്നത്. BJPയിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും അത്തരത്തിലുള്ള തട്ടുകേടുകളുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള സംവിധാനം സംഘടനയിലുണ്ടെന്നും MT രമേശ് പറഞ്ഞു. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലും MT രമേശ് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി ആദ്യം തങ്ങളുടെ കൂട്ട് ശരിയാകട്ടെ, ആ മുഖ്യമന്ത്രിയുടെ കൂട്ട് ശരിയാക്കാത്തത് മൂലമാണ് മകൾക്ക് EDക്ക് മുന്നിൽ ഇപ്പോൾ എത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും K സുരേന്ദ്രൻ സമയം മുമ്പ് തീർച്ചയായും മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് തന്നെയാണ്. അതായത് ഈ UDFിൽ നിന്ന് മാത്രമല്ല LDFിൽ നിന്ന് പോലും ആളുകൾ BJPയിലേക്ക് വരുന്ന കാഴ്ച ഉണ്ടാവും. അത് സാധാരണ പ്രവർത്തകരുടെ അപ്പുറത്തേക്ക് നേതാക്കന്മാരടക്കം എത്തുന്ന ഒരു കാഴ്ച തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ഇലക്ഷന് ശേഷം കാണാൻ വേണ്ടി സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസവും എന്തായാലും K സുരേന്ദ്രൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് കോഴിക്കോട് ജില്ലയാവട്ടെ. ഏകദേശം 34%-അധികം ന്യൂനപക്ഷ വോട്ടുകൾ ഈ 2 മണ്ഡലത്തിലുമുണ്ട്. അപ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് 3 മുന്നണികളും ഇവിടെ പയറ്റി വരുന്നത്. പ്രത്യേകിച്ച് UDFിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പരമ്പരാഗതമായ ന്യൂനപക്ഷ വോട്ടുകൾ അവരുടെ കോട്ട തന്നെയാണ്. അതിൽ ഇത്തവണ വിള്ളൽ വീഴ്ത്തുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയുണ്ട്. തീർച്ചയായും ലീഗ് അടക്കമുള്ള ശക്തികേന്ദ്രങ്ങളാണെങ്കിൽ കൂടി ഈ വോട്ടുകളെല്ലാം തങ്ങളിലേക്ക് ഏകീകരിക്കപ്പെടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് UDF. പക്ഷേ ഇടതുപക്ഷം കൃത്യമായി തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ പരസ്യമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ആ തലത്തിൽ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഈ മുസ്ലിം ലീഗിനടക്കം നിർണായകമായ സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളാണ് കോഴിക്കോടായാലും വടകരയായാലും. അതുകൊണ്ട് തന്നെയാണ് 3ാം സീറ്റ് എന്നുള്ള ലീഗിൻ്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ നിരാകരിച്ചെങ്കിലും ഒരു ബദൽ എന്ന രീതിയിൽ എന്ന പോലെ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഷാഫി പറമ്പിലിനെ ഈ വടകരയിലേക്ക് കൊണ്ടുവരിക, അത്തരത്തിൽ ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന തന്ത്രം കൂടി കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ വിദഗ്ധർ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ഈ വടകരയിൽ വിജയിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് അവിടെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളൊരു വിശ്വാസമാണ് KK ശൈലജയും LDFും മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ പ്രഫുൽ കൃഷ്ണൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മത്സര രംഗത്തുള്ളത്. അവിടെയും 3 മുന്നണികളും പ്രചാരത്തിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥ്യം, മുരളീധരൻ്റെ അസാന്നിധ്യം, അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയ കാര്യങ്ങൾ, ശൈലജ ടീച്ചറുടെ KK ശൈലജയുടെ ഒരു സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെയും ഏത് തരത്തിൽ
വിധിയിൽ പ്രകടമാകുമെന്നാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് UDF ക്യാമ്പിന് നൽകിയിരിക്കുന്നത്. ആ തരത്തിൽ കെ മുരളീധരന് പകരം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലെത്തിയതോടെ UDFന്റെ ക്യാമ്പാകെ ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ കണ്ടത്. കഴിഞ്ഞ 15 വർഷമായി വടകര UDFന്റെ കോട്ട തന്നെയാണ്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ P ജയരാജനെ ഇടതുപക്ഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ സീറ്റ് നിലനിർത്തിയത്. ഇത്തവണ പക്ഷേ അത്തരത്തിൽ മുരളീധരനെ ഒരു റിസ്ക് ഫാക്ടർ വരുമ്പോഴാണ് ഇവിടെ അത്തരത്തിൽ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. യുവ നേതാവാണ്. ആ തലത്തിൽ ആൾക്കൂട്ടം ഷാഫി പറമ്പിലൂടെ എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഈ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ. പ്രത്യേകിച്ച് ബോംബ് പൊട്ടുന്ന ഒരു സംഭവം, പാണ്ടൂർ ബോംബുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇടതുപക്ഷത്തിന് വൻ ക്ഷീണമാണ് ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങളുമായി, അതായത് ഈ സൈബർ ആക്രമണം നേരിടുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങളുമായി രണ്ട് മുന്നണികളും രംഗത്തിരിക്കുന്നത്. എന്തായാലും ഈ കമ്മ്യൂണൽ വോട്ടുകൾ തീർച്ചയായും ഒരു വിഭാഗത്തിലേക്ക് ഏകീകരിക്കാനുള്ള സാധ്യത എന്തായാലും അവിടെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ എന്തായാലും BJP ഈ കരുത്തരായ രണ്ട് മുന്നണിയോടും പോരടിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത് BJPയുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണയെയാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദേശീയപാത വികസനമാവട്ടെ, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വികസനങ്ങളാവട്ടെ, റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വികസനങ്ങളാവട്ടെ, ഈ കേന്ദ്ര സർക്കാർ ഈ ജില്ലയിൽ നടപ്പാക്കിയ, കോഴിക്കോട് ജില്ലയിൽ വടകര ഭാഗത്തും എല്ലാം നടപ്പിലാക്കിയ അത്തരത്തിലുള്ള വികസന രീതികൾ വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് പശ്ചാത്തല സൗകര്യങ്ങളാവട്ടെ, ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന രീതികൾ, വികസന പ്രവർത്തനങ്ങളെല്ലാം BJPക്ക് വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വടകരയിലെ സ്ഥാനാർത്ഥിയുള്ളത്. ആ തലത്തിൽ ഇടത് വലത് കോട്ടകളിൽ ഒരു വിള്ളൽ വീഴ്ത്താവുന്ന ഒരു പ്രതീക്ഷയും NDA ക്യാമ്പ് എന്തായാലും ഉയർത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇളക്കം തട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട്. ഈ കേരള സ്റ്റോറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇടുക്കി രൂപതയാവട്ടെ, ഈ മലബാർ മേഖലയിലെ ചില രൂപകൃതികളിൽ പരസ്യമായി തന്നെ അത്തരത്തിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തലത്തിൽ അത്തരത്തിലുള്ള ഈ KCY അടക്കമുള്ള സംഘടനകളുടെയൊക്കെ ഈ ഒരു നിലപാട് വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് സാധാരണഗതിയിൽ ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ അപ്പുറത്തേക്ക് ഈ പുതിയ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാനായി കഴിഞ്ഞാൽ തീർച്ചയായും മണ്ഡലങ്ങളിൽ ഈ താമര വരും എന്നുള്ള കാര്യത്തിൽ BJPക്ക് സംശയമില്ല. അത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസവും. KP യെസ്, കോഴിക്കോട് നിന്ന് മാനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറായി നിൽക്കുകയാണ്. ജിജീഷ്, ഈ കോഴിക്കോട് മലബാറിൽ നിന്ന് മധ്യകേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു പോളിംഗ് ശതമാനമാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവേ 45% ഏകദേശം പോളിംഗ് ആയിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മധ്യകേരളത്തിലെ പല ജില്ലകളിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനവും ഏത് തരത്തിലാണ്? അതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ശതമാനം, മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ബലാബലം, ഒപ്പത്തിനൊപ്പമുള്ള മുന്നേറ്റമാണ് പ്രചാരണ ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് അവരുടെ ഒരു കണക്ക് കൂട്ടൽ, മുന്നണികളുടെ ഒരു കണക്ക് കൂട്ടൽ, ആത്മവിശ്വാസം എത്രത്തോളമാണ്? KP, ഈ പോളിംഗ് ശതമാനത്തിന്റെ വലിയ വർധനവിനെ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഈ മൂന്ന് മുന്നണികളും നോക്കുന്നത്. കാരണം തങ്ങൾ ഈ കാലയളവിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം, അല്ലെങ്കിൽ അതിന്റെ അന്തിമ ഗുണഫലം എന്ന നിലയിലാണ് ഓരോ മുന്നണിയും വലിയ ഒരു പോളിംഗ് ശതമാനത്തെ കാണുന്നത്. എറണാകുളം ജില്ലയിലാണെങ്കിലും സമീപ ജില്ലകളിലാണെങ്കിലും എല്ലാം തന്നെ വലിയ തോതിൽ, എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലടക്കം വലിയ പോളിംഗ് ശതമാനം വന്നിരിക്കുന്നു. ഇതുവരെ 2 മണിക്ക് ഔദ്യോഗികമായി കണക്കുകൾ വരുമ്പോൾ 44 ആണെങ്കിൽ അതിപ്പോൾ 46% കടന്നു പോയിരിക്കുന്നു. അധികം വൈകാതെ 50% ആകുന്നതിന്, അതായത് വൈകുന്നേരത്തെ ഒരു തിരക്ക് പോളിംഗ് ശതമാനത്തിൽ സ്വാഭാവികമായും ഉണ്ടാകും. വെയിലിന് ശേഷം കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തും. ഇത് ഉച്ച സമയമായതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ മാറി നിൽക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ വീണ്ടും രാവിലെ ഏത് തരത്തിലാണോ പോളിംഗ് ശതമാനം, പോളിംഗ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഓരോ ബൂത്തിലും വലിയ നീണ്ട നിരയായിരുന്നു ആളുകളുടെ. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പോൾ ചെയ്ത് മടങ്ങുക എന്നത് തന്നെയായിരുന്നു. വീണ്ടും അത്തരത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇത് വ്യക്തമാക്കുന്നത് എല്ലാവരുടെയും വിജയപ്രതീക്ഷകളാണ്. അത് ഒപ്പം തന്നെയാണ് NDA. കാരണം നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാനും മണ്ഡലങ്ങളിലെ മാത്രമായിരുന്നു അവർ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളായി വിലയിരുത്തിയിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഏറ്റവും ഈ എറണാകുളത്തടക്കം ഉയരുന്ന പോളിംഗ് ശതമാനം. സാധാരണഗതിയിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം
പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് UDF വിലയിരുത്താറ് അവർക്ക് അനുകൂലമായ ഒരു തരംഗമാണ്, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാണ് എന്നൊരു വിലയിരുത്തലായിരുന്നു മുമ്പ് നടത്തിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ ഈ ഒരു പോളിംഗ് ശതമാനത്തിന്റെ വർധനവിനെ വലിയ പ്രതീക്ഷയോടെ തന്നെ കാണുന്നു. 50% അടുക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. എന്നാൽ പോളിംഗ് ശതമാനം കുറയുന്ന ഘട്ടങ്ങളിൽ മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് 2019 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചു. എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു അത്. അങ്ങനെ ഒരു കനത്ത മഴയും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടായതിനെ തുടർന്ന് വലിയ ഇടിവ് സംഭവിച്ച ആ ഒരു തവണ LDF വലിയ മുന്നേറ്റം നടത്തി. ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി 3600 വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ തോൽക്കുന്ന സ്ഥിതിയിലേക്ക് അവർ പോയി. വലിയ മുന്നേറ്റം, അതായത് UDFന്റെ കുത്തക കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന എറണാകുളത്ത് അങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞ ഘട്ടത്തിൽ അവരുടെ പ്രതീക്ഷകളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ മുന്നണികൾ മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ KS രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായി വന്നു. വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഓരോ മണ്ഡലങ്ങളിലും നടത്തി. പ്രത്യേകിച്ച് NDAയുടെ ശക്തി കേന്ദ്രങ്ങളായ തൃപ്പൂണിത്തുറയിൽ അടക്കം വലിയ പോളിംഗ് ശതമാനത്തിലെ വർധനമാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ജില്ലയിലെ കണക്കുകൾ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 47% ആ ഭാഗങ്ങളിൽ മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറവൂരിലാണെങ്കിൽ LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറുടെ സ്ഥലമാണ്. അവർ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള വാർഡ് തലത്തിൽ മത്സരിച്ച് കൗൺസിലർ തലത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്, അവരുടെ പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെയും LDFനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി. അവിടെയും പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ചാലക്കുടിയിലാണെങ്കിൽ 3 മുന്നണികളും ശക്തമായ മത്സരം നടത്തി എന്നത് തന്നെയാണ് അവിടെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ചെല്ലാം തന്നെ വലിയ ഒരു മുന്നേറ്റം നടത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അവിടെ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നു, 75% മുകളിലോ 80% കടന്നു പോകുന്ന ഒരു പോളിംഗിലേക്ക് സ്ഥിതിഗതികൾ എത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ മുന്നണികളുടെയും